ഒരു പ്രാവിനിരിക്കുന്ന സ്ഥലം. അപ്പൊ നമുക്ക് എന്താണോ സാധിക്കുന്നത് അത്രയേ വേണ്ടൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. നമുക്ക് എത്രയാണോ അല്ലാഹു തആല തന്നത് അത് അല്ലാഹുവിന് വേണ്ടി ദാനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതൊരു തൗഫീഖാണ് കേട്ടോ. കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മിനിമം 70 പിശാചുക്കൾ കൈ പിടിക്കുന്ന ഇപ്പൊ കൊടുക്കല്ലേ, പേരക്കുട്ടി മകള് പ്രസവിക്കാനായി നിൽക്കുകയാണ്, ഭാര്യയ്ക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന സാധനങ്ങൾ വാങ്ങിക്കേണ്ടതുണ്ട്, ഇപ്പൊ കൊടുത്താൽ ശരിയാവില്ല എന്ന് തുടങ്ങി 70ഓളം വിവിധങ്ങളായ മുടക്കുകൾ വന്നിട്ട് അതിനെയൊക്കെ ഒഴിവാക്കിയാലേ എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ചെറിയൊരു സ്ലിപ്പ് നിങ്ങളുടെ കൈകളിൽ നൽകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതൊക്കെ നിങ്ങൾ നമ്മുടെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് നിങ്ങൾ കഴിയുന്ന സഹായങ്ങൾ എഴുതി കൊടുക്കാനാണ്. എല്ലാവരും സ്നേഹത്തോടെ അത് സ്വീകരിക്കുക. ബുദ്ധിമുട്ടുള്ള ഒരാളും അത് ചെയ്യുകയും ചെയ്യരുത്. അള്ളാഹു നിഅമത്ത് ചെയ്തവർ പറ്റുമെങ്കിൽ പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അത്ര പറഞ്ഞ പോരെ? കൊടുക്കൂലേ? ബോധം കൊടുത്തൊന്നും വേണ്ടല്ല. അൽഹംദുലില്ലാഹ്. മഹല്ല് സംഗമമാണ്. അപ്പോൾ ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും വീട്ടുകാരും ഒക്കെ ഈ ഒരു ദിവസം വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ഒരു സമയം കണ്ടെത്തുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ മഹല്ലുകളിലും മഹല്ലിന്റെ കെട്ടുറപ്പിന് ഇത് വലിയ ആവശ്യമാണ്. ഇതൊരു മാതൃകയാവട്ടെ. വിവിധ നാടുകളിൽ വിവിധ മഹല്ലുകളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടക്കാറുണ്ട്. പക്ഷെ എല്ലാ വർഷവും ഇവിടെ ചെയ്യുന്നു. 5 വർഷത്തോളമായി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ വീടുകൾ, നമ്മുടെ മഹല്ലുകൾ എന്ന് പറയുന്നത് വീടുകളാണ്. ഈ മഹല്ലിൽ ഇത്ര വീടുകളുണ്ട് അങ്ങനെ പറയാം. 1500 വീടുകളുള്ള മഹല്ല്. ആ ഓരോ വീടുമാണ് ഈ മഹല്ലിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ. വീടുകൾ എന്ന് പറയുന്നത് ഉമ്മയും വാപ്പയും മക്കളും, പിന്നെ ജ്യേഷ്ഠാനുജന്മാർ, എക്സ്റ്റൻഡഡ് ഫാമിലി ആണെങ്കിൽ വല്യപ്പ വല്യമ്മ എളാപ്പ മുത്താപ്പ ഇവരൊക്കെ ഉണ്ടാവും. ഒരു വീട്ടിനുള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ ആ ആളുകൾ നാടിൽ നൽകുന്നത് സന്തോഷമാണ്. നാട്ടിലെ ഫിത്നയും ഫസാദും ഒക്കെ ചെയ്യുന്നതിൽ വലിയൊരു വിഭാഗം സ്വന്തം കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ അത്യാവശ്യം കലക്കി കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് ഇറങ്ങുള്ളൂ. അവരെവിടെ ചെന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കും. അത് അവരുടെ പ്രവർത്തനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ പ്രശ്നം സംഭവിക്കുന്നത് അതിന്റെ ഉത്ഭവസ്ഥാനം വീടിനുള്ളിൽ കാര്യങ്ങൾ ശരിയാവാത്തത് കൊണ്ടാണ്. വീട്ടിൽ സമാധാനവും റാഹത്തും സന്തോഷവുമാണെങ്കിൽ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നൊരു വീടാണെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരു ചുറ്റുപാടാണെങ്കിൽ, അവരിലൂടെ പ്രസരിക്കുന്നത് സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സുഗന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളെയൊക്കെ അള്ളാഹു ഒരുമിപ്പിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് കാരണമാകാൻ അള്ളാഹു നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സൂറത്തു നിസാ. സ്ത്രീകൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നിസാ എന്ന് പറഞ്ഞാൽ യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. അങ്ങനെ ഒരു ഖിതാബ്, ഖുർആനിന്റെ ഒരു അഭിസംബോധന വന്നാൽ ആ ആയത്ത് മിക്കവാറും മക്കിയായ ആയത്തായിരിക്കും. മക്കയിൽ അവതരിച്ച ആയത്തുകളിലാണ് യാ അയ്യുഹന്നാസ് എന്ന് തുടങ്ങുക. മദീനയുടെ ആയത്തുകൾ യാ അയ്യുഹല്ലദീന ആമനു അങ്ങനെ വരാം. മനുഷ്യരെ എന്ന് അല്ലാഹു അഭിസംബോധന ചെയ്യുകയാണ്.
യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. അല്ലയോ ജനങ്ങളെ, മനുഷ്യരെ, എല്ലാരെയും വിളിക്കണം അല്ലാഹ്. മനുഷ്യരെ എന്നാണ്, റിഗാർഡ്ലെസ് ഓഫ് ദ റിലിജൻസ്, ദ റേസസ്, എത്നിസിറ്റീസ്, ഏതൊക്കെ ജാതി എന്തോ ആകട്ടെ, എല്ലാവരെയും ഉൾക്കൊള്ളും. മനുഷ്യൻ എന്ന് പറയുന്നവരൊക്കെ ഈ വിശുദ്ധ ഖുർആനിന്റെ പരിധിക്കുള്ളിൽ വരണം. അല്ലാഹു എല്ലാവരുടെയും സൃഷ്ടാവാണ്, മുസ്ലിമീങ്ങളുടെ മാത്രമല്ല. ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ അനുസരിക്കണം. ആ രക്ഷിതാവ് ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കും വേണം. വിവിധ ദൈവങ്ങളും വിവിധ മതങ്ങളും വിവിധ ചിന്തകളുമുള്ള ലോകമാണ്. നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ അനുസരിക്കണം. നോക്കണം, ജനങ്ങളെ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് പറയേണ്ടിടത്ത് റബ്ബ് ഉപയോഗിച്ച വാക്ക് ഇത്തഖൂ റബ്ബക്കും. നിങ്ങളെ പടച്ച് പരിപാലിക്കുന്ന ഒരു പടച്ചോനുണ്ട്. നിങ്ങളല്ലല്ലോ നിങ്ങളുടെ ജനനം. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ? അല്ല, ഉമ്മ പ്രസവിച്ചു. ഉമ്മാക്കും അതിൽ കൺട്രോൾ ഇല്ല. മരിക്കുന്നതും നിങ്ങൾ തീരുമാനിക്കുന്ന ഡേറ്റിനല്ല മരിക്കുക, അള്ളാഹ് തീരുമാനിക്കുന്ന ഡേറ്റിനാണ്. അല്ലേ? നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളാണോ? നമ്മളാണോ നമ്മളുണ്ടാക്കിയത്? അല്ല. ഉമ്മയും വാപ്പയാണോ? അവര് കാരണമാണ്, ഒരു ചെറിയ കാരണം. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അതിസൂക്ഷ്മമായ ഒരു സ്പേം സെൽ ഉമ്മയുടെ ഉദരത്തിലേക്ക് കടന്നു പോകുന്നു. ആ ഒരു കാരണം വാപ്പയും ഉമ്മയിലും ഉണ്ടായി. പക്ഷേ കുട്ടിനുണ്ടാക്കിയത് ഉമ്മയാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ഉമ്മമാരും നല്ല ചുരുക്കുള്ള കുട്ടികളല്ലേ പ്രസവിക്കുക. എല്ലാവർക്കും നല്ല പെർഫെക്റ്റായ കുട്ടികളെ വേണമെന്നില്ല. ഇത് എന്തായി കുട്ടിൻ്റെ കഥ എന്താന്ന് സ്കാനിങ്ങിൽ കുറച്ചൊക്കെ കാണും, പിന്നെ പ്രസവിച്ചിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളല്ല കുട്ടിനുണ്ടാക്കുന്നത്, ഉമ്മയും വാപ്പിയല്ല. പിന്നെ ആരാ? അത് അല്ലാഹുവാണ്. ഈ കുട്ടിനെ പരിപാലിക്കണം. കുട്ടിക്ക് ആവശ്യമായ പോഷണം കൊടുക്കണം. ഒരു സിംഗിൾ കോശത്തിൽ നിന്നാണ് ബില്യൺ കണക്കിന് കോശങ്ങളുള്ള ഒരു കുട്ടിയായിട്ട് ഭൂമിയിലേക്ക് വരുന്നത്. കുട്ടിക്ക് ഭക്ഷണം വേണം, അപ്പോഴല്ലേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, കുട്ടി വളരുള്ളൂ. പക്ഷേ കുട്ടിക്ക് ടോയ്ലറ്റ് ചെയ്യാൻ പറ്റൂല, ഉമ്മന്റെ ഉദരത്തിലാണ്. പ്രസവം വൈകിപ്പോയാൽ പിന്നെ മഷി കുടിച്ചു എന്ന് പറയും. പക്ഷെ അതുവരേക്കും കുട്ടി ഉമ്മയിൽ നിന്ന് പൊക്കിൽ കൊടിയിലൂടെ ഭക്ഷണം സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഒരു വേസ്റ്റുമില്ല, മൂത്രമില്ല, കാഷ്ടവുമില്ല ഗർഭാശയത്തിൽ. സ്വർഗലോകത്ത് ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്. പക്ഷെ സ്വർഗത്തിൽ ടോയ്ലറ്റിന്റെ ആവശ്യമില്ല എന്നാ, ടോയ്ലറ്റ് ഉണ്ടാവില്ല എന്നാ. മനുഷ്യന് എക്സ്ക്രീഷൻ, വയറ്റുന്നു പോവാന്ന് പറഞ്ഞ സംഭവം സ്വർഗത്തിലില്ല, മൂത്രമൊഴിക്കലും ഇല്ല. അപ്പൊ ഒരാൾ ചോദിച്ചു, ഭക്ഷണം വെള്ളമൊക്കെ ഉണ്ടായിട്ട് ഇത് ഇല്ലാണ്ടിരിക്കേ? അപ്പൊ ചോദിച്ചു, എൻ്റെ ഉമ്മയുടെ ഉദരത്തിൽ നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ? പൊക്കിൽ കൊടിയിലൂടെ. എന്നിട്ട് അവിടെ മൂത്രമൊഴിച്ചിട്ടുണ്ടായിരുന്നോ? 10 മാസം വരെ ഒന്നുമില്ലല്ലോ. പ്രസവത്തിന്റെ ഡേറ്റ് ആയിടം മുതൽ പിന്നെ തുടങ്ങും. അതുവരേക്കും കുട്ടി വളരുന്നുണ്ട്, പക്ഷെ വേസ്റ്റ് ഇല്ല. ഇത് അള്ളാഹുവിന്റെ ദുന്യാവിൽ ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അള്ളാഹിന്റെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് എന്ത് സംശയം? ആവശ്യമായ പോഷണം സ്വീകരിച്ചു എന്ന് ആ സംശയത്തിന് ഒരു സിന്ദീഖിന് നമ്മുടെ ഒരു ആലിം കൊടുത്ത മറുപടി എങ്ങനെയാണ്? കുട്ടിയുടെ ഉമ്മയുടെ ഉദരത്തിൽ കഴിയുന്ന കുട്ടിക്ക് മൂത്രവും കാഷ്ടമൊന്നും പോണില്ല, കുട്ടി വളരുന്നുണ്ട്, ശരീരം വളരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് റബ്ബക്കുമുല്ലദീ ഖലഖകും, your Lord who created, നിങ്ങളെ പടച്ച രക്ഷിതാവ്. ആ രക്ഷിതാവിന്റെ പേര് നിങ്ങൾ പിന്നെ പഠിക്കണം. അത് അല്ലാഹുവാണ്, അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ആണോ? അല്ലാഹു തന്നെ അല്ലയോ? ഇതൊക്കെ നിങ്ങളുടെ ഗവേഷണമാണ്. അതുകൊണ്ട് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങളെ പടച്ചൊരു രക്ഷിതാവിനെ നിങ്ങൾ അനുസരിക്കണം. വെറുതെ ഉണ്ടായി ഇത് പറയരുത്. കയ്യിലൊരു ഫോൺ എടുത്തെടുത്ത് വെറുതെ ഉണ്ടായത് ആരെയും പറയോ? ഇത് സാംസങ്ങോ ആപ്പിളോ ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടാക്കിയതായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊന്നുമില്ല, കണ്ടിട്ടില്ല. പക്ഷെ അത് ഉണ്ടാക്കിയത് ആരോ ഒരാളുണ്ട്. ഇത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെ കുറിച്ച് നമുക്ക് അറിയുമെങ്കിൽ നാം എന്ന് പറയുന്ന എത്രയും സങ്കീർണമായ സൃഷ്ടിപ്പാണ് മനുഷ്യന്റെ. ബുദ്ധിയോളം, മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിനിനോളം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസും ലോകത്തില്ല എന്നാ. ഇത് വെറുതെ ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ?
ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, സംവദിക്കുന്നു, നമ്മുടെ ബ്രെയിൻ എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇതൊക്കെ നടക്കണമെങ്കിൽ വലിയ ഒരു പ്രോഗ്രാമിംഗ് ചെയ്ത് വെറുതെ ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? കുരങ്ങുന്നുണ്ടായിരുന്നു, കുരങ്ങ് മനുഷ്യനായിട്ട് എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കുരങ്ങ് മനുഷ്യനായ ചരിത്രം ആർക്കും കണ്ടിട്ടുണ്ടോ? ചാൾസ് ഡാർവിന് വേറൊന്നും കിട്ടാത്തതുകൊണ്ട് മൂപ്പര് പറഞ്ഞു ഇതായിരിക്കണം, ചിമ്പാൻസിയിൽ നിന്നായിരിക്കണം എന്ന് മൂപ്പര് എഴുതി വെച്ചു. അത് തിയറിയാണ്, അത് ലോകത്താരും അംഗീകരിച്ചിട്ടില്ല. തിയറി ആയിട്ട് തിയറി എന്ന് പറഞ്ഞാൽ അത് ഹക്കും ബാത്തിലുമാവാൻ സാധ്യത ഉണ്ടെന്ന്. അത് ഹഖീഖത്തല്ല, അതൊരു ഫാക്റ്റ് അല്ല, ഒരു തിയറിയാണ്, ഹൈപ്പോത്തസിസ്. നിങ്ങളെ പടച്ചത് അല്ലാഹുവാണ്. ആ പരമമായ ശക്തിയുടെ പേരാണ് അല്ലാഹ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒരേ ഒരു ശരീരത്തിൽ നിന്നാണ് അല്ലാഹു നിങ്ങളെയൊക്കെ പടച്ചത്. ആ ശരീരമാണ് നബിയുല്ലാഹി അബുൽ ബശർ ആദം അലൈഹിസ്സലാം. ആദം നബി എന്ന നമ്മുടെ വല്യപ്പ. ആദം നബി എങ്ങാനും ഇപ്പൊ വരികയാണെങ്കിൽ അന്തം വിട്ടു പോകുന്ന പടച്ചോനെ, ഈ 7 ബില്യൺ മനുഷ്യന്മാർ ഇതൊക്കെ എന്റെ കുട്ടികളാണോ? എത്ര കുട്ടികൾ മരിച്ചുപോയി, നീ എത്ര ആള് വരാനിരിക്കുന്നു? ഇവരെല്ലാരും കൂടെ ഒരു ഗ്രൗണ്ടിലേക്ക് ഇട്ടുകൊടുത്താൽ പടച്ചോനെ ഇതൊക്കെ എന്റെ പേരക്കുട്ടികളാണോ എന്ന് അത്ഭുതപ്പെട്ടു പോകുന്നു. അബുൽ ഹസൻ നദവി സാഹിബിന്റെ ഒരു കിതാബുണ്ട്, അതിൽ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. ആദം നബി എങ്ങാനും വരികയാണെങ്കിൽ അത്ഭുതപ്പെടൂലേ? 6 ബില്യൺ 7 ബില്യന്റെ അടുത്തെത്തി. ഇത്രയും മനുഷ്യന്മാരൊക്കെ ഒരു ഉമ്മയും ഒരു വാപ്പയും ഉണ്ടായത്. ആദ്യം പഠിച്ചത് ആദം നബി അലൈഹിസ്സലാമിനെ. ഖലഖല്ലാഹു ആദം അലൈഹിസ്സലാം അലാ സൂറത്തിഹി. ആദം നബി അലൈഹിസ്സലാം എങ്ങനെയാണോ ആ രൂപത്തിൽ തന്നെ ആദം നബിനെ പഠിച്ചത്. ഒരർത്ഥം അതാണ് എന്ന് പറഞ്ഞാൽ ആദം നബി കുട്ടിയായിട്ട് വലുതായതല്ല. ആദം നബി അലൈഹിസ്സലാമിനെ പഠിച്ചത് ആദം നബിയുടെ പൂർണ്ണ രൂപത്തിൽ തന്നെയാണ്. കുട്ടിയായിട്ട് വലുതായി വന്നതല്ല, പിന്നെ താടി മീശയും വന്നതല്ല. ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടപ്പോഴേ സംസാരിക്കാൻ കഴിയുന്ന, ചിന്തയുള്ള, അറിവുള്ള പൂർണ്ണ മനുഷ്യനായിരുന്നു സയ്യിദുന ആദം അലൈഹിസ്സലാം. അല്ലാഹു പടക്കാൻ കഴിയുന്നവനാണ്. കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന് ഫിലോസഫിയിലെ വലിയ ചർച്ചയാണ്. നമ്മൾ പറയും കോഴി തന്നെ ഉണ്ടായത്. അപ്പൊ കോഴിമുട്ട അല്ലാണ്ട് അല്ലാഹു ആദം നബിയെ പഠിച്ചില്ലേ? ആദം അലൈഹിസ്സലാമിനെ പഠിച്ചു. അതിന്റെ സബബല്ല പഠിച്ചത്. ആദം നബി അലൈഹിസ്സലാം ആദം നബിയെ തന്നെ പഠിച്ചു. ആദം നബിന്റെ ഉമ്മാനെ വാപ്പാനല്ലേ പഠിച്ചത്. എന്ന പോലെ ജീവജാലങ്ങൾ അല്ലാഹു പഠിക്കുന്നു. അല്ലാഹുവിന് വിഷയമുള്ള കാര്യമല്ല. അല്ലാത്ത അങ്ങനെ ചർച്ച ചെയ്ത് മരിക്കോളം ചർച്ച തന്നെ. കോഴിയോ കോഴിമുട്ടയോ അതുണ്ടായത്, മരിക്കണ വരെ ഉത്തരം കിട്ടുമോ? കിട്ടൂല. അല്ലാഹു ഖലഖൽ അഷ്യാഅ കുല്ലഹ. എല്ലാ വസ്തുക്കളെയും പടച്ചത് അല്ലാഹുവാണ്. എങ്ങനെയോ കൈഫ യശ, നമ്മൾ ഉറപ്പിച്ചു പറയല്ല, പക്ഷെ അല്ലാഹുവാണ് സൃഷ്ടിപ്പ് നടത്തിയത്. ഇനി യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒരു ശരീരത്തിൽ നിന്നാണ് അല്ലാഹു നിങ്ങളുടെ രക്ഷിതാവ് മനുഷ്യരായ നിങ്ങളെ മുഴുവൻ പടച്ചത്. ഒരു ശരീരത്തിൽ നിന്നാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ ഒരു റിബിൽ നിന്നാണ് ഹവ്വ ബീവി അല്ലാഹു തആല പടക്കുന്നത്. നിങ്ങളൊക്കെ ഒരു ശരീരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഹജ്ജത്തുൽ വിദാഇൽ ലോകത്തോട് യാത്ര ചോദിച്ച ഹബീബിന്റെ അവസാനത്തെ ഖുതുബത്തുൽ വിദാ, ദ ഫെയർവെൽ സ്പീച്ച്, തങ്ങൾ അവസാനമായി യാത്ര ചോദിച്ച അവിടുത്തെ പ്രഭാഷണം. ജനങ്ങളെ, لا فضل لعربي على عجمي ولا لعجمي على عربي ولا لأبيض على أسود ولا لأسود على أبيض إلا بالتقوى. മനുഷ്യരെ, നിങ്ങളിൽ അറബികളുണ്ട്, അറബി അല്ലാത്തവരുണ്ട്. ഒരറബിക്ക് അനർബിയെക്കാളോ അനർബിക്ക് അറബിയെക്കാളോ സ്ഥാനമില്ല. അവൻ പാസ്പോർട്ട് കൊണ്ട് അമേരിക്കക്കാരനാണ്, ഇയാളെ പാസ്പോർട്ട് കൊണ്ട് ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശിയാണ്, അല്ലെങ്കിൽ ചൈനക്കാരനാണ്. അല്ല, അള്ളാഹിന്റെ മുമ്പിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. മനുഷ്യന്മാരുടെ മുമ്പിൽ വ്യത്യാസം കാണിക്കും. ഇങ്ങനെ ഇവിടുന്നൊക്കെ UK യിലേക്ക് പോയി സെറ്റിൽ ചെയ്ത എത്രയോ ഫാമിലികൾ, അല്ലെ US പോയി, കാനഡയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി, അവിടുത്തെ പാസ്പോർട്ട് വാങ്ങിക്കും. പിന്നെ കുട്ടികൾ, എൻ്റെ കുറേ ശിഷ്യന്മാർ അങ്ങനെയാണ്. അപ്പോൾ കുട്ടിയോട് നീ എവിടുത്തെ ആരെന്നാന്ന് ചോദിച്ചാൽ ആ ഓസ്ട്രേലിയൻ. അവൻ്റെ മുഖം കണ്ട മനസ്സിലാവോ ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്ന്. പക്ഷെ അവൻ പറയാം ഞാൻ ഓസ്ട്രേലിയൻ ആണെന്ന്. എന്തേ? പാസ്പോർട്ട് ഓസ്ട്രേലിയ. അപ്പം ഞാൻ ചോദിക്കും എഥനിക്കലി ഇന്ത്യൻ, മൈ മോം ഫ്രം ഇന്ത്യ, മൈ ഡാഡ് ഫ്രം പാകിസ്ഥാൻ. ഓക്കെ. അപ്പോൾ പാസ്പോർട്ടിൻ്റെ ഒരു വില മനുഷ്യന്മാർ കാണുന്നുണ്ട്.
അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്ക എന്നൊക്കെ പറയും. ഇവിടെ ഉമ്മ വാപ്പയും ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയതായിരിക്കും. പക്ഷെ കുട്ടി പറയാം ഞാൻ അമേരിക്കൻ എന്നാ പറയാം. ആയിക്കോട്ടെ, ബൈ പാസ്പോർട്ട് അങ്ങനെ ആയിരിക്കും. പക്ഷെ എഥനിക്കലി ആണോ? അല്ല. മനുഷ്യർക്ക് ഈ വേർതിരിവുണ്ട്. നിന്റെ പാസ്പോർട്ട് സുപ്പീരിയർ ആണ്, മറ്റേത് അങ്ങനെയാണ്. ഓരോ നാടിന് പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഷാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ സിറിയ, അവിടെ ഷാമുണ്ട്, ഹലബുണ്ട്. ഷാമികൾ ഹലബികളെക്കാളും മേലെയാണെന്നാ ഷാമികൾ വിചാരിക്കാം. അങ്ങനെയാണ്. ഖുറൈശികളും അല്ലാത്തവരുമുണ്ട്, തെമീമികളുണ്ട്. ഖുറൈശികളാണ് മേലെ, തെമീമികൾ താഴെയാണ് എന്നാണ് അവർ വിചാരിക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ബനു തമീം. മനുഷ്യരിൽ ഈ ഒരു രീതിയുണ്ട്. ചില തറവാടുകളെ മേലെ വെക്കുക, മറ്റേ തറവാട് താഴെയാണ്. അള്ളാന്റെ അടുത്തതുണ്ടോ? നിങ്ങളൊക്കെ ലൈക്ക് ദ ടീത്ത് ഓഫ് എ കംബ്, ഒരു ചീർപ്പിന്റെ പല്ല് പോലെ നിങ്ങളൊക്കെ ഒരുപോലെയാണ് അള്ളാന്റെ മുമ്പിൽ. വ്യത്യാസം എവിടെയാണെന്നറിയോ? ഇല്ലാ ബിത്തഖ്വ. ആരുടെയൊക്കെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടോ, പടച്ചവൻ അനുസരിക്കുന്നുണ്ടോ, അവരിൽ ആത്മീയതയുണ്ടോ, അവരുടെ നാവ് സുഹൃതം കൊണ്ട് നനഞ്ഞിരിക്കുന്നുവോ, കർമ്മങ്ങൾ നന്മ കൊണ്ട് സുഗന്ധമുള്ളതാണോ, അവർക്ക് അള്ളാന്റെ അടുത്ത സ്ഥാനമുണ്ട്. അത് ഏത് ജാതിയാണെങ്കിലും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ജോലി ചെയ്യാൻ വരുന്ന ഈ ബംഗാളി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്, താഴ്ത്തി കെട്ടരുത്. അതിൽ ഹൈഫുള്ളവരുണ്ട്, അതിൽ ആലിം കോഴ്സ് പഠിച്ചവരുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ഒന്നുകൊടുക്കാൻ നിസ്കരിക്കാന്ന് അറിഞ്ഞോളുന്നില്ല. അവർക്ക് മദ്രസല്ലല്ലോ, പിന്നെ എന്തൊരു ചെയ്യും? ഇന്നല്ലാഹ ലാ യുഅദ്ദിബു, അല്ലാഹു സുബ്ഹാനഹു വതആല വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. അറിവ് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കുക പോലുമില്ല. അവർക്ക് അറിവ് കിട്ടാൻ വകല്ലായിരുന്നു. നമ്മൾ പേരെന്താ? പേര് ഭയങ്കരക്കാരാണ്. ഇസ്സുദ്ദീൻ, അല്ലെങ്കിൽ ഭയങ്കര പേരുകളെ, സ്വലാഹുദ്ദീൻ അയ്യൂബി എന്നൊക്കെ കാര്യം പേര്. അപ്പോൾ നിങ്ങൾക്ക് ഒതു കൊടുക്കാൻ അറിയോ? എന്നൊരു ബക്കറ്റ് വെള്ളം കൊടുക്കുക, ഒതു കൊടുക്ക്. ഫാത്തിഹ ഓതാൻ അറിയോ? ഫാത്തിഹ ഓത്. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട, അത് പടച്ചോൻ ചെയ്തോളൂ. അവരിൽ തഖ്വയുള്ള ആളുകൾ, അറിവ് കുറവായിരിക്കും, പക്ഷേ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി അവർക്ക് കൂടുതലാണെങ്കിൽ ഈ ചോദിക്കുന്ന നമ്മളെക്കാളും വലിയ ഖൈറായിരിക്കും അള്ളാഹിന്റെ കണ്ണിൽ അവര്. അല്ലേ? അവർ പണിയെടുക്കാൻ വന്നു എന്ന് ചോദിച്ചാൽ വലിയ കുറവാ. നമ്മളിപ്പോൾ അറബി എടുത്ത് പോയി പണിയെടുക്കുന്നില്ലേ? അവർ നമ്മളങ്ങ് നിസ്സാരായി കാണുമ്പോൾ ഭയങ്കര വേദന തോന്നാറില്ലേ? ചില പറയാം അറബികൾ തുപ്പാറുണ്ട്, ചില അറബി കുട്ടികളൊക്കെ. പണ്ട് ഇപ്പൊക്കെ മാറിയിട്ടുണ്ടാ. മുമ്പൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാക്കിയിരുന്നു എന്നാ കേൾക്കുക. ഇപ്പം അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇല്ലാതായിട്ടുണ്ട്. യുഎയിലൊന്നും കാണുന്നില്ല. അപ്പോ നമുക്കത് വിഷമല്ലേ താഴ്ത്തി കെട്ടുക എന്ന് പറഞ്ഞാൽ? فغل الطرف إنك من نميري فغل الطرف إنك من نميري فلا كعبا بلغت ولا كلابا. അതങ്ങനെ മേന്മ പറഞ്ഞ ഒരു അറബി പാടിയ പാട്ടാണ്. ഫഗുല്ല ത്വറഫ ഇന്നക മിൻ നുമൈരി. ഈ നുമൈരി അല്ലേ, നുമൈരി ഗോത്രക്കാരൻ. ഈ അവിടെ ഇരുന്നോ, മിണ്ടാണ്ടിരുന്നോ? നീ ഖിലാബ് ഗോത്രത്തോടോ കഅബ് ഗോത്രത്തോടോ കിടപിടിക്കാനൊന്നും നിന്റെ തറവാടില്ല, നീ മിണ്ടാണ്ട് അവിടെ ഇരുന്നോ. ഫഖഉദ് ഫഇന്നക അൻതൽ ത്വാഇമുൽ കാസി എന്ന് പറഞ്ഞ പോലെ ചില വ്യത്യാസങ്ങൾ മനുഷ്യർ കാണാറുണ്ട്. എല്ലാ നാട്ടിലും ഉണ്ടാവും അങ്ങനെ. ചില മഹല്ലുകളിൽ കാണും, ചില പഞ്ചായത്തിൽ കാണും, ചില ജില്ലയിൽ കാണും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അള്ളാഹുവിന്റെ അടുത്ത് എല്ലാം സമാനം. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങളിൽ അറബിക്ക് അനർബിയേക്കാളോ അനർബിക്ക് അറബിയേക്കാളോ സ്ഥാനമില്ല. ഇല്ലാ ബിത്തഖ്വ. കറുത്തവന് വെളുത്തവനേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ. കറുത്തവന് വെളുത്തവനൊന്നും പറയാൻ പാടില്ല എന്നപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഭയങ്കര കേസാ. ഒരു കറുത്ത നിറമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് കറുത്തവനെ ബ്ലാക്ക് സ്കിൻഡ് അല്ലെങ്കിൽ യു ബ്ലാക്ക് മാൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരും. ഇന്റർനാഷണൽ റൂൾ അതാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ വിളിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കളിയാക്കി നേരത്തെ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചിന്താഗതി വരും. തൊലി നിറത്തിന്റെ പേരിൽ ആളുകളെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന കാലം വരും. ആഫ്രിക്കൻസ് ആണെങ്കിൽ അവർക്കൊരു വേറെ നിലപാട്, അവരോട് യൂറോപ്യൻസ് ആണെങ്കിൽ അവരോട് വേറെ നിലപാട്. ഇതൊന്നും പറ്റില്ല. നബി തങ്ങൾ പറയാ, കുല്ലുക്കും മിൻ ആദം, നിങ്ങൾ എല്ലാവരും ആദമിന്റെ മക്കളാണ്. വആദമു മിൻ തുറാബ്, ആദം നബി അലൈഹിസ്സലാം മണ്ണിൽ നിന്നാണ് ആദമിനെ ഞാൻ പടച്ചത് അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് നിങ്ങളൊക്കെ ഒരു ഉപ്പാന്റെ മക്കളാണ് കേട്ടോ എന്ന് പറഞ്ഞു നിർത്തിയിട്ടോ. വഖലഖ മിൻഹാ സൗജഹാ, ആദം നബി അലൈഹിസ്സലാം എന്ന പുരുഷനിൽ നിന്നാണ് അവരുടെ ഇണയായ ഹവ്വാ ബീവിയെ
ഇംഗ്ലീഷുകാരൻ ഈവ് എന്ന് പറയും, EVE, ഈവ്. അതാണ് ഹവ്വ ബീവി. അവർ ആദമാൻ ഈവ് എന്ന് പറയാം, നമ്മൾ ആദം വഹവ്വ എന്ന് പറയും. ഹവ്വ ബീവിയെ പടച്ചത് ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന്, വാരിയലിൽ നിന്ന്, അതിൽ നിന്ന് അലഹ ഏറ്റവും മേലെയുള്ളതിൽ നിന്ന്. അതിന് കുറച്ച് വളവ് കൂടുതലായിരിക്കുന്ന ആ ഒരു വളവ് സ്ത്രീകളുടെ പ്രകൃതത്തിൽ അള്ളാഹു വെച്ചു കൊടുത്തതാ. അത് പുരുഷന്മാർക്കൊരു പരീക്ഷണമാണ്. ആദം നബിയിൽ നിന്നും അവരുടെ ഭാര്യയായ ഹവ്വ ബീവിയിൽ നിന്നും റിജാലൻ കസീറ, ഒരുപാട് പുരുഷന്മാരെയും വനിസാഅ, ഒരുപാട് പെണ്ണുങ്ങളെയും അള്ളാഹു പടച്ചു. നമ്മളൊക്കെ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്. അങ്ങനെ നമുക്ക് ശരിക്കും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പുണ്ടോ? മനസ്സുകൊണ്ട് നമ്മളത് അംഗീകരിക്കുന്നുണ്ടോ? ഉറപ്പല്ലേ? ആണ്. ആ രീതിയിൽ മനുഷ്യരെ മുഴുവനും ഒരു അംബ്രല്ലയ്ക്ക് കീഴിൽ അള്ളാഹു കൊണ്ടുവന്ന് നിർത്തി. ഇനി പറയുന്നു, ഇനി അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരോട് അള്ളാഹു, വത്തഖുല്ലാഹ്, മുസ്ലിമീങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണ്. വത്തഖുല്ലാഹ്, ആദ്യം പറഞ്ഞു ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ. പല മതക്കാരോടാ ഖുർആൻ സംസാരിക്കുന്നത്. യാ അയ്യുഹന്നാസ് എന്നല്ലേ വിളിച്ചത്, ജനങ്ങളെ. പല മതക്കാരുണ്ടാവും. അപ്പൊ നിങ്ങളുടെ രക്ഷിതാവിനെ പേര് പറഞ്ഞില്ല. ഇനി വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണമേ, അള്ളാഹുവിനെ ഭയപ്പെടണമേ. എന്താ പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ജോലി അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ? കോപ്പറേറ്റീവ് ബാങ്കിൽ നല്ല ജോലി ഉണ്ട്, നല്ല ഓഫറാ, 60,000 80,000 1 ലക്ഷം സാലറിയാണ്, പോണ്ടേ? വത്തഖുല്ലാഹ്, അള്ളാഹ് പറയുന്ന പരീക്ഷ പാടില്ല, എനിക്ക് ആ ജോലി വേണ്ട, ഇനി എത്ര പൈസയാണെങ്കിലും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്താണ് തഖ്വ എന്ന് പറഞ്ഞ സംഗതി. അല്ലെങ്കിൽ അതിപ്പോൾ നമുക്ക് മറ്റേ മൂല്യര മസല ഉണ്ടല്ലോ, പറ്റുമെന്ന് ഞാൻ എമ്മല കൂടുന്നത്. അപ്പം എവിടെയാണോ നമുക്കൊരു ലൂപ്പ് ഹോൾ കിട്ടുന്ന അതിൽ ഞാൻ കയറി കൂടും, എന്നിട്ട് നേരിന് ജായിസാക്കുക. അങ്ങനെയല്ല. വത്തഖുല്ലാഹ്, അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ അത് ഇഷ്ടമല്ലെങ്കിൽ എനിക്കത് വേണ്ട. അള്ളാഹിനെ സൂക്ഷിക്കണം. വത്തഖുല്ലാഹ്, അള്ളാഹുവിന്റെ പേര് വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ പരസ്പരം ചോദിക്കുന്നത്? അള്ളാഹുവിനെ വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ നാമം വെച്ച് സത്യം ചെയ്തിട്ട് അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ സമർത്ഥിക്കാറുള്ളത്? ആ അള്ളാഹുവിനെ അനുസരിക്കണം. കാണില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെ. അള്ളാഹുവിനെ ഭൂമിയിൽ കണ്ടുകൊണ്ട് കാണാൻ പറ്റൂല. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണണമെന്ന് ചോദിച്ചു. അള്ളാഹു തആല പറഞ്ഞു, യാ മൂസ, മൂസ നബിയെ, ലൻ തറാനി ഐ ഫിൽ അർദ്, ഭൂമിയിൽ ഒരിക്കലും കാണാൻ കഴിയില്ല. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹിനെ കാണണമെന്ന് ശാഠ്യം പിടിച്ചപ്പോ ഒരു പർവ്വതം കാണിച്ചു കൊടുത്തു. ഇന്ന് സീനായിൽ പോയാൽ, ഈജിപ്തിലാണ്, ഈജിപ്തിന്റെ ഫലസ്തീനിലേക്കുള്ള റൂട്ടില് സെയിന്റ് കാത്തറിൻ സിറ്റി എന്നാണ് ആ നാടിന്റെ പേര്. അവിടെയാണ് തൗറാത്ത് നൽകപ്പെട്ട മലയുള്ളത്. ആ മലന്റെ തൊട്ടിപ്പുറത്തൊരു മല കാണും. അവിടെ ചെറിയൊരു പള്ളി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. മലന്റെ മുകളിൽ ജബലുദ്ദക്ക എന്നാണ് പർവ്വതത്തിന്റെ പേര്. ഇങ്ങനെ ഇടിഞ്ഞു താഴ്ന്നു പോയ പർവ്വതം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മുസനബിയോട് പറഞ്ഞു, മുസനബിയെ അങ്ങോട്ട് നോക്കിക്കോളൂ, അവിടെ എൻ്റെ പ്രകാശം നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ നിങ്ങൾക്ക് കാണാം. ആ പർവ്വതത്തിലേക്ക് നോക്കിക്കോളൂ. ആ പർവ്വതം അവിടെ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാം. പർവ്വതം പൊട്ടിപ്പിളരാണെങ്കിൽ കാണാൻ പറ്റൂല. ഫൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്കൻ വഖറ മൂസ സുഇഖ. പർവ്വതം കെട്ട് പൊടിപൊടിയായി പോയി. ശരിക്കും കാണാൻ പറ്റും. ഇങ്ങനെ ഇടിച്ച് താഴ്ത്തിയ പോലെ ആ പർവ്വതത്തെ കാണാൻ പറ്റും. അവർ പറഞ്ഞു ജബലുദ്ദക്ക എന്നാണ്. ഇപ്പുറത്തെ സീന തൂറ് സീനയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ച വൃക്ഷമുണ്ട്. അതൊക്കെ ഒന്നും ചെന്നാൽ കാണാൻ പറ്റും. ആ വൃക്ഷം ഒന്നും ഉണങ്ങിയിട്ടില്ല. വലിയ അത്ഭുതമാണ്. ഏതായിരുന്നാലും അള്ളാഹു മൂസ നബിയോട് പറയാം, ഇവിടെ നിന്ന് കാണാൻ പറ്റൂല മൂസ നബി. പടച്ചോൻ നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ച് പടച്ചോൻ ഇല്ല എന്ന് പറയാണോ? ഇപ്പൊ നമ്മുടെ ജീവൻ നമ്മൾ ശ്വസിക്കുന്നത് ആര് തന്നതാണ്? ഒരു സൃഷ്ടാവല്ലേ. ഈ ചെടിയും കല്ലുകളും മരങ്ങളും ഈ മണൽത്തരി പോലും ആരവിടെ കൊണ്ടുവന്നത്? ഇല്ലായ്മയിൽ നിന്ന് എന്തുണ്ടാവാനാണ്? അള്ളാഹു എന്ന സൃഷ്ടാവ് സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കാൻ മനുഷ്യന് എന്ത് തടസ്സമാണുള്ളത്? വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ പേടിക്കണമേ. അല്ലദീ തസാഅലൂന ബിഹ്, ആ പടച്ചവനെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ പറയാം. അള്ളാഹനെ വിചാരിച്ചെന്നല്ലേ നിങ്ങൾ പറയാ. ആ റബ്ബിനെ നിങ്ങൾ അനുസരിക്കണം. പിന്നെ പറഞ്ഞു വല്ലർഹാം,
നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണമേ. കുടുംബ ബന്ധങ്ങള്, പാപ്പ, എളാപ്പ, മുത്താപ്പ, അമ്മായി, ഉമ്മയുടെ എളാമ്മ, മുത്തമ്മ, മരുമോളും അമ്മായിമ്മയും മക്കളും ബാപ്പയും ഭാര്യ ഭർത്താക്കന്മാർ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങൾക്ക് നിങ്ങൾ സമയം കണ്ടെത്തണം. കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ കൂട്ടിയോജിപ്പിക്കണം. മുറിവ് പറ്റിയെടുത്ത് അവിടെ നിങ്ങൾ മരുന്ന് വെച്ച് കെട്ടണം. മുറിവിനെ വലുതാക്കരുത്, മുറിവ് ഉണക്കണം. അമ്മാവൻ ഇങ്ങോട്ട് പിണക്കണ്ട്, അങ്ങോട്ട് പോയിട്ട് നന്നാവുക, തന്നെ പരിഹാരം. എളാപ്പി മുത്താപ്പി തമ്മിൽ പ്രശ്നമുണ്ട്, എളാപ്പ കൊണ്ട് പോവുക മുത്താപ്പാൻ്റെ അടുത്തേക്ക്, ജ്യേഷ്ഠനല്ലേ. സംഗതി മൂത്താപ്പാൻ്റെ അടുത്താക്കാരം തെറ്റുണ്ടാവുക, എന്നാലും എളാപ്പ എൻ്റെ അടുത്താ തെറ്റ് കാക്ക, നിങ്ങൾ പൊരുത്തപ്പെട്ട് തന്നിട്ടോ, മതി, അത്ര പറയണം. മുത്താപ്പ ഇപ്പം ഡയലോഗ് അടിച്ചു, ഞാൻ മരിക്കോളം എനിക്ക് പൊരുത്തപ്പെട്ടിട്ടില്ല, അതിനൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ചോദിച്ചോ, അള്ളാഹിൻ്റെ അടുത്ത് നിങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരാൾ പൊരുത്തം ചോദിച്ചു വന്നാൽ പൊരുത്തം കൊടുക്കൽ നിർബന്ധമാണ്. ഒരാൾ പറയാം എനിക്ക് മാപ്പ് തരണം, അപ്പൊ മാപ്പ് ചെയ്തു കൊടുക്കണം എന്നാണ്. ഞാൻ മാപ്പാക്കി, സാരമില്ല. ചിലർ പറയും എൻ്റെ മയ്യത്ത് പോലും കാണിച്ചു കൊടുക്കരുത്. എന്താ പറക്കെ, എൻ്റെ മയ്യത്ത് പോലും കാണാൻ ഞാൻ വിടരുത്. എന്ത് തെറ്റ് ചെയ്താലും 100 ആളെ കൊന്ന ആൾക്ക് അള്ളാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട്, അല്ലേ? 100 ആളെ കൊന്ന ആൾക്ക് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അത്രക്കൊന്നും ഇല്ലല്ലോ ഇപ്പം നമ്മളെ കുടുംബ പ്രശ്നങ്ങളൊന്നും. ഉണ്ടാവും, ആ സെന്റ് അതിരിങ്ങോട്ട് തിരക്കിയിട്ടുണ്ടാവും, ഒരു 5 സെന്റ് ഇപ്പം എന്തേലും ഏറെ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ ശരി തന്നെ, ഹക്കും ബാത്തിലും കൃത്യമായും കൊണ്ടടക്കണേ. എന്നാലും മരിച്ചാലും ഞാൻ മിണ്ടൂല, അങ്ങനെയൊക്കെ പറയാൻ മാത്രമൊക്കെ ഉണ്ടോ? അതൊന്നും പറഞ്ഞുകൂടെ, അതൊക്കെ ഭയങ്കര ഓവറാണ്. ഒരിക്കലും അങ്ങനെ പറയരുത്. പറഞ്ഞു പോയത് തിരുത്തണം. അള്ളാഹു ചാല നമ്മുടെ മുറിവുകളെ ഉണക്കുകയും മനസ്സുകളെ അള്ളാഹു ഇണക്കി തരുകയും ചെയ്യട്ടെ. ആമീൻ. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ആയത്ത് അവസാനിക്കുന്ന റബ്ബിന്റെ അവസാനത്തെ വാക്കെന്താ? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അള്ളാഹുവിന്റെ മുറാഖബ നിങ്ങളിൽ ഉണ്ട്. എന്താ മുറാഖബ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കണം. ഇൻതബിഹ് അൽ മിൻതഖ മുറാഖബ ബിർറദാർ. CCTV ക്യാമറയിലൂടെ അറബിയിൽ അങ്ങനെ എഴുതി വെക്കുക, അല്ലേ? ബിവെയർ ദിസ് ഏരിയ ഈസ് അണ്ടർ CCTV സർവൈലൻസ്, അല്ലേ? അള്ളാഹു വീക്ഷിക്കുന്നുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു പറ്റം പെണ്ണുങ്ങൾ വന്ന് നബി തങ്ങളോട് പറയാണ്, ഗലബന അലൈക റിജാലു യാ റസൂലല്ലാഹ്. നബിയെ, പുരുഷന്മാർക്ക് ഞങ്ങൾ പെണ്ണുങ്ങളെക്കാളും അവസരങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ നബിയെ. അവർക്ക് അങ്ങയുടെ കൂടെ ജുമുഅയും ജമാഅത്തും യുദ്ധങ്ങളിൽ സംബന്ധിക്കാൻ പറ്റുന്നു, അങ്ങയുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നു. എപ്പോഴും ഞങ്ങൾ പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുകയാണല്ലോ. ഫജ്അൽ ലനാ യൗമൻ തഅിദുനാ ഫീഹ്. അതുകൊണ്ട് നബിയെ, ഞങ്ങൾക്ക് ഒരു വഅദ് പറഞ്ഞു തരാൻ ഒരു ദിവസം അങ്ങ് നിർണയിക്കണം. ഞങ്ങൾക്ക് മാത്രം ഒരു ക്ലാസ് നബിയെ അങ്ങ് തരണം എന്ന് പെണ്ണുങ്ങൾ വന്ന് നബി തങ്ങളോട് ചോദിച്ചുവെന്ന് പരിശുദ്ധമായ ഹദീസിൽ കാണാൻ പറ്റും, സ്വഹീഹായ ഹദീസാണ്. ഫജഅല ലഹുന്ന യൗമൻ. അവർക്ക് വേണ്ടി നബി തങ്ങൾ സാരോപദേശം നൽകാൻ ഒരു ദിവസം നിശ്ചയിച്ചു കൊടുത്തു. ഫഅതാഹുന്ന വവഅലഹുന്ന വദക്കറഹുന്ന. പെണ്ണുങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാരോപദേശം നൽകുകയും വഅദ് പറയുകയും അവർക്ക് പരിശുദ്ധമായ ദീനിന്റെ ശരീഅത്തിനെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്തു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയുമോ? പുരുഷനും സ്ത്രീയും ഒരുപോലെ ശരീഅത്തിന്റെ നിയമങ്ങൾ മനസ്സിലാക്കേണ്ടവരാണ്. ഒരു വീട് നന്നാകുന്നിടത്താണ് മക്കള് മഹല്ല് നന്നാവുക. മക്കള് നന്നാവണമെങ്കിൽ ഉമ്മമാര് നന്നാവണം എന്നാണ്. ഉമ്മ നന്നായാലേ പലരും പല വിഷയങ്ങളും ഉമ്മ അങ്ങനെ, ഉമ്മക്കത് ഇഷ്ടമല്ല, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെ പറയാം. ഉമ്മ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും അല്ലാഹുവിന്റെ ശരീഅത്തിന് അനുസൃതമായിരിക്കണം. അപ്പൊ ഉമ്മക്ക് ഇൽമു വേണം, അപ്പോളെ മക്കളുടെ ചിന്തയിൽ നന്നാവും. അൽഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ അറാഖി.
ഉമ്മ എന്നത് മദ്രസയാണ്, ഉമ്മ എന്നത് പാഠശാലയാണ്. അൽ ഉമ്മു മദ്രസത്തുൻ ഇദാ അഅദത്തഹാ. ആ മദ്രസ ശരിയായി നിങ്ങൾ ഒരുക്കി വെക്കുകയാണെങ്കിൽ, ആ മദ്രസ ശരിയാവുകയാണെങ്കിൽ, ഏറ്റവും നല്ല സുഹൃതമുള്ള തലമുറയാണ് നിങ്ങൾ സമൂഹത്തിന് നൽകുന്നത്. ഇപ്പൊ നമ്മള് പലപ്പോഴും പുറത്തായിരിക്കും, യാത്രയിലായിരിക്കും, മക്കളെ നോക്കാൻ നമ്മുടെ ഭാര്യമാരെ ഉണ്ടാവും, ഉമ്മമാരെ മക്കളുടെ കൂടെയുള്ളൂ. ഉമ്മ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ഉമ്മ വേറെ വഴിക്ക് പോവുകയാണെങ്കിൽ ആ മക്കളെ പിന്നെ ആര് നോക്കും? ഇന്നത്തെ വലിയൊരു പാരഡോക്സ്. ഉമ്മമാര് ജോലിക്ക് പോവുക, നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ആയി തുടങ്ങിയിട്ടില്ല കൂടുതലൊന്നും. ഭർത്താക്കന്മാര് കുട്ടികളെ നോക്കുക, പാപ്പമാര് കുട്ടികളെ നോക്കുക, ഉമ്മ ജോലിക്ക് പോവുക. അത് അള്ളാഹുവിന്റെ ചില മആയീറുകളെ, അള്ളാഹുവിന്റെ ചില സംവിധാനങ്ങളെ തകിടം മറിക്കലാണ്. അപ്പോൾ അതിന്റെ റിസൾട്ട് വളരെ മോശമായിരിക്കും. ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട ചില ഇൽമുണ്ട്. ജനിച്ചു ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന്റെ കണ്ണ് ആദ്യമായി കാണുന്നത് ഉമ്മയുടെ മുഖമായിരിക്കുമെന്നാണ്. ജനിച്ച ഉടനെ കുഞ്ഞ് കണ്ണു തുറക്കൊന്നുമില്ല. ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിന് ചെവിയിൽ വാങ്ങും, വലത് ചെവിയിൽ വാങ്ങും, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പം മരിച്ചാലും പിന്നെ വാങ്ങിക്കാമത്തും കൊടുക്കൂല, പിന്നെ പോയി മറവ് ചെയ്യുള്ളൂ. അതാണ് ജനാസ സംസ്കാരത്തിന് വാങ്ങിക്കാമത്തില്ലാത്തത്. അത് ജനിച്ചപ്പോൾ കൊടുത്തു കഴിഞ്ഞു എന്നാ പറയാം. ഇനിയിപ്പോൾ ഒരാൾക്ക് വാങ്ങിക്കാമത്ത് കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വേറെ വാങ്ങിക്കാമത്തും കൊടുക്കുമോ ജനാസക്ക്? അത് കൊടുക്കൊന്നുമില്ല. അത് ആ സമയത്ത് നടക്കേണ്ട കാര്യമാണ്. ആദ്യമായി കേൾക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കേട്ടില്ലേ വാങ്ങില്? അല്ലാഹു അക്ബർ. അള്ളാഹുവിന്റെ വിഷയം ഏറ്റവും വലുതാണ്. അള്ളാഹുവിന് അക്ബർ എന്ന് പറഞ്ഞ പേരില്ല. അള്ളാഹിന്റെ പേര് കബീറാണ്. അള്ളാഹ് വലിയവനാണ്. ഏറ്റവും വലിയവെന്ന് പറഞ്ഞാൽ വേറെ വലിയ ഉണ്ടായിട്ട് വേണ്ട ഏറ്റവും വലിയവൻ അള്ളാഹിനെ പറ്റി പറയാൻ. അള്ളാഹ് തന്നെയാണ് വലിയവൻ. അള്ളാഹു കബീറാണ്, അൽ കബീർ. അള്ളാഹിന്റെ പേര് അക്ബർ ഇല്ല. പിന്നെ എന്താ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവേ, നിന്റെ വിഷയം അംറുല്ലാഹി അക്ബർ, നിന്റെ വിഷയം ഏറ്റവും വലിയ വിഷയമാണ്. ദുനിയാവിലേക്ക് ജനിച്ചു വീഴുന്ന കുട്ടി, ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഗൈനക്കുകളൊക്കെ മുസ്ലിം ബച്ചകളാണെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നഴ്സുമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറി ചെല്ലാൻ ആക്സസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും. അത് വലിയൊരു നന്മയാണ്. ആ ഒരു ടൈം നഷ്ടപ്പെട്ട പിന്നെ അതിൻ്റെ സമയം കഴിഞ്ഞു. അങ്ങനെയാണ്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഏതൊരു കുഞ്ഞിനും നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ആദ്യത്തെ അഭയമാണത്. മോനെ, നീ ജനിച്ചു വീഴുകയാണല്ലേ, നീ ജനിക്കുന്ന ലോകത്ത് ഒരുപാട് വിഷയങ്ങൾ നിനക്ക് അഭിമുഖീകരിക്കാനുണ്ട്. ഒരുപാട് വിഷയങ്ങൾ, കുറെ പഠിക്കാനുണ്ടാവും, ഒരുപാട് പഠിക്കാനുണ്ടാവും. പല കോഴ്സുകൾ ചെയ്യേണ്ടതുണ്ട്, പല ജോലികൾ ചെയ്യേണ്ടതുണ്ട്, പല സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. നിന്റെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ വരാനുണ്ട്. ഇതൊക്കെ വരുമ്പോഴും മോനെ, അള്ളാഹുവിന്റെ വിഷയം ഏറ്റവും വലുതാണ്, മറന്നു പോവരുത്. ആ വാങ്ങിന്റെ അസർ, അതിന്റെ ഒരു ഇഫക്റ്റ്, അതിന്റെ ഒരു ഇമ്പാക്ട് ഒരു കുട്ടിയുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അള്ളാഹുവിന്റെ വിഷയമാണ് ഏറ്റവും വലുത്, അള്ളാഹുവിന്റെ കാര്യം ഏറ്റവും വലുതാണ് മോനെ എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോനെ, നീ ആരാധിക്കാൻ വന്നവനാ. മനുഷ്യരിൽ ഒരു ആരാധനാ സ്വഭാവമുണ്ട്. അത് അള്ളാഹിനെ ആരാധിക്കാത്തവൻ വേറെ എവിടെങ്കിലും പോയി ആരാധിക്കും, വേറെ എന്തിനെങ്കിലും പോയി ആരാധിക്കും. ഒന്നുമില്ലെങ്കിൽ വല്ല ഫുട്ബോൾ പ്ലേയേഴ്സിനെങ്കിലും ആരാധിക്കും. എന്തേ? ആരാധന എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ആരെയെങ്കിലും അമിതമായിട്ട് ബഹുമാനിക്കുന്നത് മനുഷ്യനിലുണ്ട്. അത് മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും. മുസ്ലിമീങ്ങൾ അത് അള്ളാഹ്ക്ക് കൊടുക്കും, അല്ലാത്തൊരു അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. ഒരു ദൈവവും ഒരു വിശ്വാസവും ഇല്ലെങ്കിൽ ചിലർ പെണ്ണിന് കൊടുക്കും, ചിലർ കള്ളിന് കൊടുക്കും, പണത്തിന് കൊടുക്കും, ഫിലിം സ്റ്റാറിന് കൊടുക്കും, എന്തെങ്കിലും പ്ലേസിന് കൊടുക്കും, പലതിനും ആവാം. ആരാധനയുണ്ട് മോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധിക്കപ്പെടാൻ അർഹതയുള്ള വിഷയം അള്ളാഹുവിൻ്റെത്. ആരാധന ഏറ്റവും അർഹിക്കുന്നത് നിന്നെ പടച്ച രക്ഷിതാവായ അള്ളാഹു ആണ് മോനെ. ഇത് പറഞ്ഞിട്ടാണ് ആ വാങ്കും ഇഖാമത്തും അവസാനിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടി കണ്ണു തുറക്കും. കുറച്ച് കഴിഞ്ഞാൽ, ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ കണ്ണു തുറക്കുമ്പോഴേക്കും കുഞ്ഞിന് ഉമ്മാന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടാവും. കണ്ണു തുറക്കുമ്പോൾ കുഞ്ഞ് കാണുന്നത് ഉമ്മയുടെ മുഖമാണ്. അത് ഉമ്മയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ആ കണ്ണുകൾക്ക് ലഭിക്കുന്ന സുഹൃതമാണത്. മാതാവിനെ കണ്ടുകൊണ്ടാണ് കുഞ്ഞിന്റെ കാഴ്ച ആരംഭിക്കുന്നത്. പിന്നെ മധുരം കൊടുക്കും, തഹ്നീഖ്. തൊണ്ണില്
പല്ലുണ്ടാവില്ലല്ലോ, ഗമ്മായിരിക്കും, അവിടെ മധുരം തൊട്ട് കൊടുക്കും. അതൊരു സ്വാലിഹായ മനുഷ്യന്റെ കൈ കൊണ്ട് കൊടുക്കണം, ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ കൊടുക്കണം. അവരുടെ ഉമിനീരിൽ ചാലിച്ച മധുരമാണ് കുഞ്ഞിന് കൊടുക്കൽ സുന്നത്ത്. അസ്മാഉ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ ഹിജ്റ ചെയ്തു വന്നപ്പോ പൂർണ്ണ ഗർഭിണിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ ഉമ്മ. മഹദി റളിയല്ലാഹു അൻഹ മദീനയിൽ പ്രസവിച്ച, മദീനയിൽ ഹിജ്റ കഴിഞ്ഞു വന്ന് നടന്ന ആദ്യത്തെ പ്രസവം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസവമാണ്. അസ്മാ ബീവിയാണ് പ്രസവിച്ചത്. അതുകൊണ്ടാണ് മുഹാജിറുകളിലെ ആദ്യത്തെ കുട്ടിയാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആ കുട്ടിയെ പ്രസവിച്ച ഉടനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുകൊടുത്തു. ആ കുഞ്ഞിന് പേര് വിളിച്ചതും കുഞ്ഞിന് മധുരം നൽകിയതും ആ കുഞ്ഞിന്റെ വായിലേക്ക് ആദ്യമായൊരു ഭക്ഷണം കിടക്കുന്നത് അഷ്റഫുൽ ഖൽഖിന്റെ ഉമിനീരുമായി കലർന്ന ആ ഒരു ഉമിനീരാണ്, ഈത്തപ്പഴത്തിന്റെ മധുരമാണ്. ആ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. മക്കയുടെ അമീറായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവര് അവസാന കാലം മരിച്ചത് ഭയങ്കര അത്ഭുതമാണ്. ഷഹീദാണ്, കുരിശിലൊക്കെ തറച്ചു മക്കയിൽ. അങ്ങനെ ദാരുണമായ അന്ത്യമാണ് ഉണ്ടായത്.